അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ووصينا الإنسان بوالديه إحسانا ഖുർആൻ പറയുകയാണ് മനുഷ്യ സമൂഹത്തോട് നാം വസിയത്ത് ചെയ്തിരിക്കുകയാ ബിവാലിദൈനി ഹുസ്നാ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു ബിവാലിദൈഹി ഇഹ്സാനാ. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണത് നീ ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ, അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടി പടയോട്ടം നടത്തുന്നതിനേക്കാൾ നിന്റെ ഉമ്മാക്ക് നിന്റെ വാപ്പാക്ക് ഖിദ്മത്തെടുക്കൽ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അബ്ബാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അതാണ് കുഴപ്പം. നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു. ബനൂ ഇസ്രായേലിനെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ ഖദ്നാ മീതാഖ ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് ബനൂ ഇസ്രായേലിനോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മാക്ക് വാപ്പാക്ക് ഗുണം ചെയ്യണേ സഹോദരാ. ബനൂ ഇസ്രായേലിനെ വിളിച്ചിട്ട് അല്ലാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ ഖുർആൻ അടുത്തതായി പറയുന്നത് തൗഹീദ് അവതരിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത് നിസ്കാരത്തെ പറ്റിയല്ല, നോമ്പിനെ പറ്റിയല്ല, ഹജ്ജിനെ പറ്റിയല്ല, സകാത്തിനെ പറ്റിയല്ല. നിന്റെ ഉമ്മാക്ക് നിന്റെ വാപ്പാക്ക് നീ ഗുണം ചെയ്യണേ സഹോദരാ. ഇങ്ങനെ എത്ര ആയത്തുകളാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെയോട് പറഞ്ഞു ഖുർആൻ വബർറം ബിവാലിദതി. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ വബർറം ബിവാലിദൈ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനാ. മാഷാ അല്ലാഹ്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ പറയുകയാണ് റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനാ. എനിക്ക് പൊറുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് വലിവാലിദയ്യ, എന്റെ ഉമ്മാക്ക് എന്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാഹ്. ഇങ്ങനെ എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഉമ്മാന്റെ മഹത്വം പറയാൻ, വാപ്പാന്റെ മഹത്വം പറയാൻ പോരാ. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ? അതിന്റെ അർത്ഥം എന്താണ്? സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. സുഇല ഇബ്നു അബ്ബാസ് قال تعالى وبالوالدين إحسانا. وإذ قال ابن عباس معنا أنه أعلم من أمة كلها بالتفسير. ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, റഈസുൽ മുഫസ്സിരീനാണ്. ആ മഹാനോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ, ഖുർആനിൽ പല സ്ഥലത്തുമുള്ള പ്രയോഗമാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ വബിൽ വാലിദൈനി ഹുസ്നാ.
എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് ചോദിച്ചാൽ എന്താണ് തങ്ങളെ? അല്ലാഹുവിന്റെ റസൂല് റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാവെന്ന സ്ഥാനപ്പേര് കൊടുത്ത മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് ഇഹ്സാൻ എന്നതിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ മഹാൻ പറയുകയാണ് അൽ ഇഹ്സാനു കതീർ. സുബ്ഹാനല്ലാഹ്. ഇഹ്സാൻ എന്ന് പറയാൻ എനിക്ക് പറഞ്ഞു തരാനല്ല, എനിക്ക് സാധ്യമല്ല. ഇഹ്സാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധ്യമല്ല. അതിന്റെ അർത്ഥതലങ്ങൾ വണ്ണമാണ്, വ്യാപകമാണ്, വിപുലമാണ്, വിസ്തൃതിയിലാണ്ടതാണ്. ഒത്തിരി 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 പറയാണ്ട്. ഇഹ്സാൻ ഇഹ്സാൻ മാതാപിതാക്കൾക്ക് നമ്മളതിന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ പറയുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറയുന്നത്, അത് ഞാൻ പറഞ്ഞാൽ വിശദീകരിച്ചാലും തീരൂല. ഞാനിനി എന്തെങ്കിലും നിങ്ങൾക്ക് വിശദീകരിച്ചു പറഞ്ഞു തന്നാൽ നിങ്ങൾ മനസ്സിലാക്കി പോകും, അത് അത്രേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളോട് അവർ ചോദിച്ചു, മാ മഅനാൽ തങ്ങളെ ഉഖൂഖ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു തരുമോ? ഉഖൂഖ് ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മാനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? വാപ്പാനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതൊന്ന് അനലൈസ് ചെയ്യാമോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫഖാല ഇബ്നു അബ്ബാസ് മഹാൻ പറയുകയാണ്, ലൗ അന്നൽ വലദ നഫഗ തൗബഹു ബിജാനിബി വാലിദി. ഉഖൂഖ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം. മഹാൻ പറയാണ്, ലൗ അന്നൽ വലദ നഫഗ തൗബഹു ബിജാനിബി വാലിദി. ഉമ്മാന്റെ അടുത്ത് വെച്ച് വാപ്പാന്റെ അടുത്ത് വെച്ചിട്ട് ഒരു കുട്ടി, ഒരു മകൻ, ഒരു മകള് ഡ്രസ്സ് കുടഞ്ഞു. ശ്രദ്ധിക്കണേ, ഹാമിദ് യാസീൻ പറയണതല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണതാണ്. എത്ര നിസാരമാണ്, നമ്മൾ എത്ര നെവർ ആയിട്ട് കാണുന്ന കാര്യമാണ്, അതിന്റെ സീരിയസ് എത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇബാറത്ത്, ഈ വാചകങ്ങൾ നിങ്ങളെ എന്നെ ബോധ്യപ്പെടുത്തും സഹോദരങ്ങളെ. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവന്റെ ഉമ്മാടെ അടുത്ത് വെച്ച് ഡ്രസ്സ് കുടഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഫതതായറൽ ഗുബാറു അലാ അബി ഔ ഉമ്മി. അവന്റെ ഉമ്മാന്റെ അടുത്തേക്ക് ആ ഡ്രസ്സിൽ നിന്ന് പൊടി പാറിയിട്ട് പോയി ഉമ്മാടെ മേത്തു വീണു, ഉമ്മാടെ ദേഹത്ത് പൊടി വീണു, തുണി കുടഞ്ഞപ്പോ പൊടി വീണു. കുതിബ ഇൻദല്ലാഹി അഖ്ഖാ. എന്നാൽ അവന്റെ മേൽ അല്ലാഹു മാതാവിനെ പിതാവിനെ ദ്രോഹിച്ചതായി രേഖപ്പെടുത്തപ്പെടുമെന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്റെ ജീവിതത്തിൽ ഇത് എത്ര ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രമേൽ കഠോരമാണ് നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമ്മുടെ ഓരോ വാക്കും, ഓരോ മൗനവും, ഓരോ പ്രവർത്തനങ്ങളും, ഓരോന്ന്. കുടയുന്ന വസ്ത്രത്തിന്റെ പൊടി പോയി ഉമ്മാടെ മേത്തു പതിഞ്ഞാൽ അല്ലാഹുവിങ്കൽ നിനക്കത് കുറ്റമായി രേഖപ്പെടുത്തുമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? വാപ്പമാരുടെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. എത്രയോ ഉമ്മമാര് കണ്ണീരിലാണ്, കഥനമാണ്. കല്യാണം കഴിഞ്ഞ മകനൊന്ന് കാണാൻ വന്നിരുന്നെങ്കിലെന്ന് ഉമ്മ ആഗ്രഹിക്കുകയാണ്. മകനെ പോറ്റി വളർത്തിയ മാതാവ് 24, 25, 26 വയസ്സുവരെ ആ മകനെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാവിനെ അവനൊരു വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീടെടുത്തവൻ അവന്റെ കുടുംബവുമായി സെറ്റിലായാൽ പിന്നെ ഉമ്മാന്റെ ചാരത്തേക്ക് അവൻ വരൂല, അവൻ ഉമ്മാനെ കാണാൻ വരൂല.
ഉമ്മ ആഗ്രഹിച്ചു പോകുകയാണ്. എന്റെ മകനൊന്ന് വന്നെങ്കിൽ, എന്റെ മകനൊന്ന് വന്നെങ്കിൽ. എത്രയോ ഉമ്മമാർക്ക് കഥനമാണ്. സ്വർണം കൊണ്ട് തരണ്ട, വെള്ളി കൊണ്ട് തരണ്ട, പണം കൊണ്ട് തരണ്ട, പണക്കെട്ടുകൾ വാരിയെറിയണ്ട. ഉമ്മാന്റെ ചാരത്തൊന്ന് വന്നു നിന്നിട്ട് ഉമ്മ ഉമ്മ എന്ന് ഹൃദയപൂർവ്വം ആ മാതാവിനെ ഒന്ന് വിളിച്ചിട്ട് ആ ഉമ്മാന്റെ ചാരത്തൊന്ന് ചേർന്നിരുന്നിട്ട് ഉമ്മാന്റെ തോളത്ത് പിടിച്ച് ആ ഉമ്മാനെ ഒന്നരികിൽ ചേർത്ത് വെച്ചിട്ട് സുഖമല്ലേ ഉമ്മ എന്ന് ചോദിക്കാൻ ആ ഉമ്മ ആഗ്രഹിച്ചു പോകുകയാണ്. ആ ഉമ്മ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തുകാത്തിരിക്കുകയാണ്. രോഗിയായി വീട്ടിന്റെ അകത്തളത്തിൽ കിടക്കുന്ന എത്രയോ മാതാക്കൾ, പിതാക്കൾ തങ്ങൾ പോറ്റി വളർത്തിയ പൊന്നുമക്കൾ അവരെ കാണുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അവരവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനോടുകയാണ്. അവരവരുടെ മക്കൾക്ക് ബൈക്ക് വാങ്ങാൻ, കാറ് വാങ്ങാൻ, അവരവരുടെ മക്കളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ നേടാൻ അവരോടുകയാണ്. അവരവരുടെ മക്കളെ സ്നേഹിക്കുകയാണ്. അപ്പോൾ പോലും അവന്റെ ഹൃദയത്തിൽ ആ ബോധം വരുന്നില്ല. ഞാൻ എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോളെ സ്നേഹിക്കുന്നത് പോലെ എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചിരുന്നു, എന്റെ വാപ്പ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ബോധം അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലില്ല. അങ്ങനെ എത്ര മാതാപിതാക്കൾ വ്യസനിച്ച് കഴിയാണ്. ഖുർആൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ قل لهما أف ولا تنهرهما وقل لهما قولا كريما. സാരസമ്പൂർണമായി ജാമിഉം മാനിഉം കാമിലും താമുമായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു. ഉമ്മാടെ വിഷയത്തിൽ, വാപ്പാടെ വിഷയത്തിൽ സുബ്ഹാനല്ലാഹ് ലോകത്താരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, തോമസ് ആൽവാ എഡിസൺ പറഞ്ഞത്, ഐസക് ന്യൂട്ടൻ പറഞ്ഞത്, കറൽ മാർക്സും എംഗൽസും ലെനിനും പറഞ്ഞത്. ഉമ്മാന്റെ മഹത്വം അവർ പറഞ്ഞില്ല. ലോകത്ത് എത്രയോ ആളുകൾ കടന്നു വന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് അടുത്ത് മരിച്ചുപോയ ആളാണ്, അയാളും പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ മഹത്വം പറഞ്ഞത് മദീനയിലെ രാജാവാണ്. തു സിന്ദാ ഹൈ വല്ലാഹ്, തു സിന്ദാ ഹൈ വല്ലാഹ്, മേരേ ചശ്മേ ആലം സെ ചുപ് ജാനെ വാലേ, മേരേ ചശ്മേ ആലം സെ ചുപ് ജാനെ വാലേ. من أحق الناس بحسن مصاحبتي يا رسول الله. ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കടമയാരോടാണ്, കടപ്പാടാരോടാണ്? നിന്റെ ഉമ്മയോട്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആരോട് നബിയേ? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആരോട് നബിയേ? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ് പൂമോനെ, ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ് പൂമോനെ. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, 3 തവണ പറഞ്ഞു ഉമ്മയാണ്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ഇനി ആര് നബിയേ? അബൂബക്കർ
പിന്നെ വാപ്പയോടടുത്ത ആളുകൾ ഉമ്മയോടടുത്ത ആളുകളാണ്. സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആലോചിച്ചു, ഒരു വട്ടമല്ല 100 വട്ടമല്ല. എന്തുകൊണ്ടാ 3 വട്ടോ ഉമ്മ 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 എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം എന്താ? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. തഴവ ഉസ്താദ് പാടിത്തരികയാണ്. അല്ലാഹുവേ, തഴവ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബുകളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മജ്‌ലിസിൽ ബറക്കത്ത് നൽകണേ അല്ലാ, തഴവ ഉസ്താദിന്റെ ദറജ നീ ഏറ്റണേ അല്ലാ. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. ഉമ്മാക്കെ പ്രസവിക്കാൻ പറ്റൂ, വാപ്പാക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഉമ്മാക്ക് പാലൂട്ടാൻ കഴിയുള്ളൂ, വാപ്പാക്ക് അത് കഴിയില്ല. ഉമ്മാക്കാണ് ഗർഭം ചുമക്കാൻ 10 മാസം കഴിയുക, വാപ്പാക്ക് അത് കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞത് ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പഠിപ്പിച്ചു പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്ബല ഇലൈഹി റജുലുൻ മിനൽ യമൻ. യമൻകാരനായ ഒരു സഹോദരൻ കടന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ചു പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ. യാ റസൂലല്ലാഹ്, വല്ലാഹി ജിഅ്തു ഉരീദുൽ ജിഹാദ മഅക ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടത്തിന് ഉദ്ദേശിച്ചിട്ട് ഞാൻ വന്നതാണ്, യമനിൽ നിന്ന് വരുവാണ് നബിയേ എന്ന് പറഞ്ഞൊരു സഹോദരൻ, യമൻകാരനായ സഹോദരൻ മദീനയിലെ പള്ളിയിൽ വന്നിട്ട് പുന്നാര നബി തങ്ങളോട് പറഞ്ഞു, ജിഅ്തു ഉരീദുൽ ജിഹാദ മഅക ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്താൻ ആഗ്രഹിച്ചിട്ട് അങ്ങയോടൊപ്പം ഞാനിതാ വന്നിരിക്കുകയാണ് നബിയേ. ആ സഹാബിയോട് പുന്നാര നബി തങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹയ്യുൻ വാലിദാക്. നിന്റെ ഉമ്മി, നിന്റെ വാപ്പി, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹോദരാ? ഖാല നഅം യാ റസൂലല്ലാഹ്. എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുരീദുൽ ജന്ന. നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ? നീ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ടോ? അയാള് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. ഞാൻ അതിനു വേണ്ടിയല്ലേ വന്നത് നബിയെ. മാമലകൾ താണ്ടി, മലമടക്കുകൾ താണ്ടി, മരുഭൂമിയും സാഗരവും ഒക്കെ കടന്ന് ഞാൻ വന്നത് അതിനു വേണ്ടിയാണ് നബിയെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർജിഅ ഇലൈഹിമാ.
നിന്റെ ഉമ്മാടെ ചാരത്തേക്ക്, നിന്റെ വാപ്പാടെ ചാരത്തേക്ക് നീ മടങ്ങി പോകൂ സഹോദരാ, നീ മടങ്ങി പോകൂ സഹോദരാ. ഫഹസിൻ സുഹബതഹുമാ ഫഇന്നൽ ജന്നത തമ്മാ, ഫഇന്നൽ ജന്നത തമ്മാ. നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാടെ ചാരത്തേക്ക് മടങ്ങി പോകൂ സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട വാപ്പാടെ ചാരത്തേക്ക് മടങ്ങി പോകൂ സഹോദരാ. അവർക്ക് സേവനം ചെയ്യ് സഹോദരാ, അവർക്ക് നീ വെള്ളം കോരിക്കൊടുക്ക്, ഭക്ഷണം കൊടുക്ക്, അവരുടെ വസ്ത്രം അലക്കി കൊടുക്ക്, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്ക്, അവർക്ക് നല്ല താമസം ചെയ്തു കൊടുക്ക്, അവരെ സന്തോഷിപ്പിക്ക്, അവരെ സമാധാനിപ്പിക്ക്, അവരെ സമാശ്വസിപ്പിക്ക്. അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് എന്താണോ നീ അത് ചെയ്തു കൊടുക്ക്. അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് നീ അവർക്ക് വേണ്ട ഖിദ്മാത്തുകൾ ചെയ്തു കൊടുത്ത് ഫഇന്നൽ ജന്നത തമ്മാ, ഫഇന്നൽ ജന്നത തമ്മാ. നിന്റെ സ്വർഗ്ഗം എവിടെയാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മുത്തുനബിയോടൊപ്പം പടക്കളത്തിൽ പടയോട്ടം നടത്തുന്നിടത്തല്ല നിനക്ക് സ്വർഗ്ഗമുള്ളത് സഹോദരാ. നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ, നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്താണ് ഫഇന്നൽ ജന്നത തമ്മാ. അവിടെയാണ് സ്വർഗ്ഗമുള്ളത് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നാദത്തുഹു ഉമ്മുഹു യൗമൻ യാ അബൂ ഹുറൈറ. ഒരു ദിവസം സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തഅല്ലിമീങ്ങളിൽ പ്രമുഖൻ അഹ്ലുസ് സുഫയുടെ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി ഒരു ദിവസം ഉമ്മ വിളിച്ചു, നാദത്തുഹു ഉമ്മുഹു യൗമൻ. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു, യാ അബാ ഹുറൈറ. ഫഖാല ലബ്ബൈകി. എന്താ ഉമ്മ? മറുപടി മനോഹരമായ മറുപടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി ഒക്കെ കഴിഞ്ഞ് ثم شعر أبو هريرة أن صوته أرفع من صوت أمه قليلا. എന്റെ ശബ്ദം ഒരൽപ്പം എന്റെ ഉമ്മാടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്റെ പുതിയ പരിഷ്കൃത സമൂഹത്തിലെ ഫ്രീക്കന്മാരായ അടിച്ചുപൊളിക്കാരായ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നിങ്ങൾ ഉമ്മാന്റെ മുഖത്ത് നോക്കി ആക്രോശിക്കാറില്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കി ഗർജിക്കാറില്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കി അമാന്യമായി പെരുമാറാറില്ലേ? ഉമ്മായോട് നിങ്ങൾ ദേഷ്യപ്പെടാറില്ലേ? ഉമ്മായോട് ഞാനും നിങ്ങളും വെറുപ്പ് പ്രകടിപ്പിക്കാറില്ലേ? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചതല്ല, ഉമ്മാനെ അധിക്ഷേപിച്ചതല്ല, ഉമ്മാനെ തെറി പറഞ്ഞതല്ല, ഉമ്മാനോട് കയർത്തതല്ല, ഉമ്മാനെ ദേഷ്യം പിടിപ്പിച്ചതല്ല. ഉമ്മ എന്നെ വിളിച്ചു, യാ അബൂ ഹുറൈറ, എന്റെ പൊന്നുമോനെ അബൂ ഹുറൈറ എന്നെ പ്രിയപ്പെട്ട മാതാവിനെ വിളിച്ച സമയത്ത് ഞാൻ ആ പ്രിയപ്പെട്ട മാതാവിന് ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയ ഉത്തരം എന്റെ ഉമ്മാന്റെ വിളിയേക്കാൾ ഒരൽപ്പം ഉയർന്നു പോയോ എന്ന് ചിന്തിക്കുകയാണ് സയ്യിദുനാ അബൂ ഹുറൈറ. യഖൂലു, അവിടുന്ന് പറഞ്ഞു, റഫഅതു സൗതി അലാ ഉമ്മി, റഫഅതു സൗതി അലാ ഉമ്മി. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ അബൂ ഹുറൈറയുടെ ശബ്ദം ഉയർന്നു പോയി. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ ഈ അബൂ ഹുറൈറയുടെ ശബ്ദം ഉയർന്നു പോയി. വലംതു നഫ്സി, വലംതു നഫ്സി. ഞാൻ എന്റെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി, ഞാൻ എന്റെ ശരീരത്തോട് അപരാധം ചെയ്തു പോയെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ. തന്റെ വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു പോകുകയാ. ثم ذهب واشترى عبدين بمملوكين واعتقهما توبة من هذه المعصية. വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ടു പോയി, മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയിട്ട് 2 അടിമകളെ വാങ്ങി. 2 അടിമകളെ മേടിച്ച് ആ അടിമകളെ എത്തുക്കു ചൊല്ലി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ. 2 അടിമകളെ പൈസ കൊടുത്ത്, നല്ല പണം കൊടുത്ത് അടിമകളെ മേടിച്ചിട്ട് ആ അടിമകളെ സ്വതന്ത്രരാക്കി. എന്തിനാണ്? തൗബത്തം മിൻ ഹാദിഹിൽ മഅസിയ്യ.
എന്റെ ഉമ്മാന്റെ വിളിയേക്കാൾ എന്റെ ഉത്തരം ഉയർന്നു പോയ കാരണം കൊണ്ട് ആ പാപമാണത്. എന്റെ ഉമ്മാന്റെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉയർന്നു പോയത് പാപമാണെന്ന് ചിന്തിച്ചിട്ട് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടടിമകളെ മേടിച്ച് ഇത്ഖ് ചൊല്ലി. സുബ്ഹാനല്ലാഹ്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, ഖൽഖ് സേ ഔലിയാ, ഔലിയാ से रसूल और रसूलों से आला हमारा नबी और रसूलों से आला हमारा നബി. നബിയും അവിടുത്തെ സഹാബത്തും നടന്നു പോകുമ്പോൾ ബനു നജ്ജാറുകാരുടെ കുളത്തിന് സമീപമെത്തുകയാണ്. പുന്നാര പൂനബി ബനു നജ്ജാറുകാരുടെ കുളം കണ്ടവിടെ നിൽക്കുകയാണ്. ആ കുളം നോക്കിയിട്ട് മുത്തുനബി കരയുകയാണ്. സഹാബത്ത് കൂടെ നിൽക്കുകയാണ്. ബനു നജ്ജാറുകാരുടെ കുളം കണ്ടിട്ട് മുത്തുനബി എന്തിനാണ് കരയുന്നത് നബിയേ? അവിടുന്ന് എന്തിനെ വ്യസനിക്കുന്നു നബിയേ? കാര്യമറിയാത്ത സഹാബത്ത്. മുത്തുനബി ചിരിച്ചാൽ അവരും ചിരിക്കും, മുത്തുനബി കരഞ്ഞാൽ അവരും കരയും. ആ മുത്തുനബിയോടൊപ്പം നിന്ന് സഹാബത്ത് കരയുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ്? ഈ കുളം കണ്ടോ നിങ്ങൾ? ബനു നജ്ജാറുകാരുടെ കുളമാണ്. ഈ കുളത്തിന്റെ സവിധത്തിലെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട മാതാവ് 7 വയസ്സിലാകുന്നതിനു മുമ്പേ, 7 വയസ്സ് തികയുന്നതിനു മുമ്പേ എന്നെ പിരിഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മാതാവിനെ എനിക്ക് ഓർമ്മ വരികയാണ്. ഈ കുളത്തിൽ ഞാനും എന്റെ ഉമ്മയും കുളിച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ വെച്ചാണ്, ഈ ബനു നജ്ജാറുകാരുടെ കുളത്തിൽ വെച്ചാണ് എന്റെ പ്രിയപ്പെട്ട ആമിന ഉമ്മ എനിക്ക് നീന്തൽ പഠിപ്പിച്ചത്. ഈ കുളത്തിലാണ്. ഈ കുളം കണ്ടപ്പോൾ 6 വയസ്സിൽ വഫാത്തായി പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഓർമ്മകൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. മുത്തുനബി യതീമായിരുന്നു. ജനിക്കുന്നതിനു മുമ്പേ വാപ്പ മരണപ്പെട്ടു പോയിരുന്നു. 7 വയസ്സാകും മുമ്പേ ഉമ്മ ആമിന ബീവിയും വഫാത്തായിരുന്നു. ഉമ്മയുള്ള മക്കളെ, വാപ്പയുള്ള മക്കളെ, ആ ഉമ്മയും വാപ്പയും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ തെറി വിളിക്കുകയാണ്, അവരെ നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല, കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല. കരളിമ്പ പെറ്റുമ്മാനെ കാണാനൊക്കൂല, കരളിമ്പ പെറ്റുമ്മാനെ കാണാനൊക്കൂല. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഒരു സഹാബി കടന്നു വരികയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് എന്റെ ഉമ്മയെ പറ്റി, എന്റെ വാപ്പയെ പറ്റി എന്ത് പറയുന്നു നബിയേ? ഹുമാ ജന്നതുക ഹുമാ നാറുക, നിന്റെ ഉപ്പ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉപ്പ നിന്റെ നരകമാണ്, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്. യാ റസൂലല്ലാഹ്, എന്തു പറഞ്ഞു നബിയേ? സഹോദരാ, നിന്റെ ഉമ്മ നിന്റെ സ്വർഗമാണ്, നിന്റെ ഉമ്മ നിന്റെ നരകമാണ്.
ഉമ്മാനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് സ്വർഗം നേടാൻ പറ്റും. ഉമ്മാനെ വിഷമിപ്പിച്ചാൽ നിനക്ക് നരകം നേടാൻ പറ്റും. ഉപ്പാനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് സ്വർഗം നേടാൻ പറ്റും. ഉപ്പാനെ വിഷമിപ്പിച്ചാൽ നിനക്ക് നരകം നേടാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ല ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനൊരു തമ്മാടിയായ മനുഷ്യനാണ്, ഒരു വലിയ അപരാധം ചെയ്തു പോയി തങ്ങളെ, ഒരു വലിയ അപരാധം ചെയ്തു പോയി തങ്ങളെ. എന്തപരാധമാണ് സഹോദരാ, എന്തപരാധമാണ് സഹോദരാ? എനിക്ക് തൗബയുണ്ടോ തങ്ങളെ, എനിക്ക് തൗബയുണ്ടോ തങ്ങളെ? ഞാനൊരു കൊലപാതകം ചെയ്തു പോയി, ഞാനൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു, ആ പെണ്ണെന്നോട് സമ്മതിച്ചില്ല, എന്റെ പ്രപ്പോസൽ അവളെ ക്യാൻസൽ ചെയ്തു. ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രപ്പോസൽ ചെയ്തു, അവൾ അത് റിജക്ട് ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ മറ്റൊരു പുരുഷനുമായി കല്യാണം സെറ്റ് ചെയ്തു. ഞാൻ പാത്തു പതുങ്ങിയിരുന്നു, അവൾ വരുന്ന വഴിയിൽ കാത്തിരുന്നു. അവൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കടാര ഉപയോഗിച്ച് അവളുടെ അടിവയറ്റിലേക്ക് കുത്തി അവളെ ഞാൻ കൊലപ്പെടുത്തി. തങ്ങളെ, എനിക്ക് തൗബയുണ്ടോ തിങ്കളേ? എനിക്ക് പടച്ചവൻ പുറത്തു തരുമോ ഇബ്നു അബ്ബാസ് തങ്ങളെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ ഉമ്മ നിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ സഹോദരാ? നിന്റെ ഉമ്മ നിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ സഹോദരാ? അയാൾ പറഞ്ഞു, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി തങ്ങളെ. എന്റെ ഉമ്മായും മരിച്ചുപോയി, എന്റെ വാപ്പായും മരിച്ചുപോയി. അന്നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, എന്നാൽ നീ നിന്റെ റബ്ബിലേക്ക് തൗബ ചെയ്യൂ സഹോദരാ. നിന്റെ ഫറളായ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ട് മുഴുവൻ സമയവും നിന്റെ ഫറളായ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ട് മുഴുവൻ സമയവും നീ നിന്റെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചോളൂ സഹോദരാ. പൊറുക്കലിനെ തേടോ സഹോദരാ. അല്ലാഹു നിനക്ക് മാപ്പ് നൽകിയേക്കാം, അല്ലാഹു നിനക്ക് പുറത്തു തന്നേക്കാം. ആ മനുഷ്യനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു സഹോദരൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ ആ സഹോദരനോട് ചോദിച്ചില്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്? എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? കൊലപാതകിയായ മനുഷ്യനോട് പോലും. അയാൾ ചെയ്ത തെറ്റ് കൊലയാണ്. കൊലയ്ക്ക് ഇസ്ലാമിന്റെ ശിക്ഷ, കൊലയ്ക്ക് കൊലയാണ്. ഇസ്ലാമിക കോടതിയാണെങ്കിൽ കട്ട് ചെയ്യും, അയാളെ തല കട്ട് ചെയ്യും. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, ഉമ്മ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനാണെന്ന് സഹകാരിയായ സമീപസ്ഥനായ ആള് ചോദിച്ചപ്പോൾ തങ്ങൾ പറയാണ്, എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു എന്നെ, ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഗുണം ചെയ്യുന്നത് പോലെ മറ്റൊരു അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മനുഷ്യന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ബക്കറ്റ് വെള്ളം നടത്താറുണ്ടോ? സാധാരണ ഉണ്ടോ? എന്നാ ബക്കറ്റ് വെള്ളം നടത്തൂ. അവസാനം ബക്കറ്റ് വെള്ളം എല്ലാം തീരും ബക്കറ്റ് വെള്ളം ബക്കറ്റ് കൊണ്ടുവന്ന ഒന്നാമത് മഴ. ബക്കറ്റ് എവിടെ? പ്രസിഡന്റ് എവിടെ ബക്കറ്റ്? എന്താ വോളണ്ടിയർ കുട്ടികൾക്ക് ബക്കറ്റുമായി അയക്കുകയാണ്. പരിപാടിയുടെ പൂർണ്ണ വിജയത്തിനായി പരമാവധി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒപ്പിട്ടിരിക്കുന്നു. ഒപ്പൊന്നിട്ടൊരു കാര്യമില്ല, മഴ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് നോക്കി. പോക്കറ്റ് കൈഡ് തമാശ പറഞ്ഞില്ല. പോക്കറ്റ് കൈഡ്. ഞാൻ പോക്കറ്റ് കൈഡിച്ചപ്പോ ഒരു പേന കിട്ടിയത്, ഉണീസ് തന്ന പേന ഉണ്ടോ? ഇല്ല, ഞാൻ കൈയിടും പോലെയല്ല, നിങ്ങളൊക്കെ കൈയിട്ടാന്നല്ല. നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പുതിയ നോട്ടിറക്കി. പച്ച നോട്ട്, ചുവന്ന നോട്ട്, നീല നോട്ട്, മഞ്ഞ. അയാൾ കോട്ടിനനുസരിച്ച് നോട്ടിറക്കുന്ന ആളാണ്. അപ്പോൾ ആ നോട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് നോക്കിയേ. ബിസ്മില്ല. എല്ലാരും നോക്ക. ഉസ്താദ്മാരെ എന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്താ പറയണത്?
താജുദ്ദീൻ നെല്ലിക്കട്ട ബിസ്മില്ലാഹ് 100 രൂപ മാഷാ അല്ലാ. പച്ച കളർ നോട്ട്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നോട്ട്, തലയുള്ള നോട്ട്. ബിസ്മില്ലാ. അത് തന്നെ എന്റെ കൈ വേണ്ടേ, അവരോട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതുപോലത്തെ നോട്ടെങ്കിലും എല്ലാവരും ഇടുക കേട്ടോ. എല്ലാവർക്കും ഒരു ഉറക്കം വരുമല്ലോ. നല്ല തണുപ്പാണ്, മഴയൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാനൊരു സുഖം ഉണ്ടാവും. ഇപ്പൊ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അന്താരാഷ്ട്രത്തിലേക്ക് കൈയും കയറ്റി വെച്ച് ഞങ്ങൾ ഉറങ്ങും. മഴ ഇതുവരെ തീർന്നിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ലതാ മഴ തീർന്നു. പിന്നെ ഈ ശബ്ദം കേൾക്കണം എന്താ? ഓ, വാർപ്പിന്റെ വെള്ളം വീഴുന്ന. അപ്പൊ എല്ലാരും ഈ ബക്കറ്റ് വരുമ്പോഴത്തേക്ക് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കല്ലേ. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണുടച്ചെങ്കിൽ ഇരുന്നായി. സംഭവം നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ കാണുന്നുണ്ട്. ആരൊക്കെ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. കൊടുക്കാൻ ഉള്ളവരൊക്കെ കൊടുക്കാൻ ഉണ്ടായിട്ടും പോക്കറ്റിൽ പൈസയും വെച്ചുകൊണ്ട് കൊടുക്കാതിരുന്ന പണി നാളെ വേറെ കിട്ടും കേട്ടോ. 10 രൂപ പോണതിന് പകരം 10,000 രൂപ നാളെ പോകും. അതുകൊണ്ട് പടച്ചോന്റെ മജ്‌ലിസിൽ, ഇൽമിന്റെ മജ്‌ലിസിൽ, മഹാന്മാരുടെ മക്ബറയുടെ സവിധത്തിനൊക്കെ ഇൽമിന്റെ സദസ്സിൽ പരമാവധി സഹകരിക്കുക എല്ലാവരും കേട്ടോ. ഞാൻ ആരെയും പേടിപ്പിക്കുന്നല്ലേ, കാര്യം പറയുക. ആളുകൾക്കൊക്കെ ഇപ്പോഴാരെ കയ്യിൽ പൈസ ഇല്ലെന്നാ പറയുന്നത്. ആരെ കയ്യിലും പൈസ ഇല്ലെന്ന് എല്ലാവരും പറയുക. എല്ലാരും പറയണം അങ്ങനെ തന്നെ, ആരെയും കയ്യിൽ പൈസ ഇല്ല. ഈ പൈസയൊക്കെ ഇത് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. ആ ഉമ്മമാരുടെ അടുത്തേക്ക് പോ കേട്ടോ. ഉമ്മമാരെവിടെ ഇരിക്കണത്? ഓഫീസിന്റെ ബാഗിൽ എവിടെ? ഉമ്മമാരെ കാതി കിടക്കുന്ന കമ്മലും വളയും മാലയും കുലുസും പിന്നെന്തുവാ ഈ കാതിലിങ്ങനെ ഈ ഭാഗത്തൊക്കെ ആൾക്കാർ ഇടുമല്ലോ ഒരു സാധനം. കമ്മലൊന്നും അല്ല, അതിന് വേറെ പേരുണ്ട്. അലിക്കത്ത്. അലിക്കത്ത്, അതാണ്. അലിക്കത്തൊക്കെ ഉണ്ടാവും, ഊരിയിടും മാമ കേട്ടോ. അത് വെറുതെ ഇങ്ങനെ അലിക്കത്തൊന്നും ഇട്ടിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത് മരിക്കാൻ നേരത്തെ പിള്ളേരെല്ലാം കൂടെ ഓടി വരും. എന്തിനാ ഓടി വരണമെന്നറിയോ? ഉമ്മമാടെ അലിക്കത്തൂരാനാണല്ല, ഉമ്മാടത്ത് സ്നേഹമുള്ളതൊന്നുമല്ല. ആദ്യം വരണ പെണ്ണെ അതെന്ന് വെച്ചാൽ ആ പെണ്ണെല്ലാം ഊരിയെടുക്കും. പിന്നെ ആരും ചോദിക്കില്ലല്ലോ ഉമ്മാടെ അലിക്കത്ത് എവിടെയെന്ന്. അതുകൊണ്ട് ഇൽമിന്റെ മജ്‌ലിസിലൊക്കെ വന്നിരിക്കുന്ന ഉമ്മമാരൊക്കെ കാര്യമായിട്ടൊക്കെ സഹകരിക്കും. ഒരു അലിക്കത്തിന്റെ ചിട്ടൊക്കെ അകത്തിട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇതൊക്കെ ഉപകരിക്കണമെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊക്കെ ഇതൊക്കെ നല്ല നീയത്തോടെ ചെയ്യാം. ഞാനിങ്ങനെ തമാശയായിട്ടൊക്കെ പറയും കേട്ടോ. ചിലപ്പോ നാളെ ഈ പറഞ്ഞ കണക്ക് നാളെ മരിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ ഈ വയലിന്റെ മജ്‌ലിസിൽ ഉണ്ടായിരിക്കും. പൈസ ചോദിച്ചിട്ട് തരാതെയൊക്കെ മിണ്ടാതെ ഇങ്ങനെ പൈസയൊക്കെ അടുക്കി വെച്ച് പോക്കറ്റ് വെച്ചോണ്ട് മിണ്ടാതിരിക്കായിരിക്കും. ഇങ്ങനെ പൈസ ചോദിക്കുമ്പോ ബക്കറ്റിൽ പൈസ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ലേ, ഞാൻ കേട്ടില്ലേ, അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. നാളെ മരിച്ചുകൊണ്ട് ആളായിരിക്കും അയാളെ. ചിലപ്പോ പടച്ചോൻ ഈ അയാളെ നല്ല മനസ്സുകൊണ്ട് കൊടുക്കുന്ന സംഭാവന ഉണ്ടായിരിക്കും രക്ഷപ്പെടുന്നത്. കാരണം ഇന്നിപ്പോ ഞാൻ നേരത്തെ വന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പേടി തോന്നിയോ? ഇന്ന് രാത്രി മരിക്കൂ എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും വല്ല പേടി തോന്നുമോ? ചിലപ്പോ ഇന്ന് മരിച്ചുകൊണ്ട് ആളായിരിക്കും ഞാൻ, അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും വളരെ നല്ല നിലയ്ക്ക് സഹകരിക്കുക. ഒന്ന് എഴുന്നേക്കണോ? ഒരു ബോറുണ്ടോ? മുഷീന്നുണ്ടോ? ഞാൻ പെട്ടെന്ന് നിർത്താം, മഴയൊക്കെ ആയിട്ട് പെട്ടെന്ന് നിർത്തും. ആർക്കെങ്കിലും ബോറടിക്കണ്ടോ? എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്തിലിട്ടെങ്കിൽ ഇരിക്കാം. ഒരു 3 സ്വലാത്ത് എല്ലാരും ഒന്ന് ചൊല്ല്. എല്ലാരും ഒന്ന് ചൊല്ലി. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിക്കുക, പടച്ചോനെ ഞാൻ എൻ്റെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടാണ് ഞാൻ നിൽക്കണേന്ന് മനസ്സിനകത്ത് ഇങ്ങനെ കരുതുക. അങ്ങനെ കരുതിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു 3 സ്വലാത്ത് മദീനയിലേക്ക് ചെല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ജോറിൽ ചൊല്ലല്ലോ ബാവ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയിൽ ഒരു മലർ കുളിർ വാരി വിരിച്ച ഗുരുമുത്ത് മുഹമ്മദ് നബിയുള്ള. ഇരുളിന്റെ യുഗമതിൽ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ നബിയൊരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പതിമക്കത്തുതിത്തുള്ള മലരല്ലേ, പാരിൽ പെരിയവന്റെ അനുഗ്രഹ നിധിയല്ലേ. പതിമക്കത്തുതിത്തുള്ള മലരല്ലേ, പാരിൽ പെരിയവന്റെ അനുഗ്രഹ നിധിയല്ലേ. കനിവുറ്റോരിസ്ലാമിൻ സുമമല്ലേ നബി, കനിവുറ്റോരിസ്ലാമിൻ സുമമല്ലേ നബി, കലിമത്തുരൈന്ദ ഹബീബല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. സ്വലാത്ത് വലിയ പുണ്യമുള്ളതാണ്. അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബിയ്യി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ മജ്ലിസിൽ വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് അത് മുറുകെ പിടിച്ച് നിങ്ങൾ ചൊല്ലിയാൽ അതുകൊണ്ട് വലിയ ഫായിദ ഉണ്ടാവും. നിങ്ങൾ നന്നാകും. നമ്മൾ ഈ എല്ലാ മോശത്തരങ്ങളും നമ്മൾ നിർത്തും. എല്ലാ വേണ്ടാദീനങ്ങളിൽ നമ്മൾ ഒഴിവാകും. നമ്മൾ നല്ല ആളുകളാകും. കൃത്യമായി സ്വലാത്ത് ഒരു വലിയ ഷെയ്ഖ്, ഒരു തർബിയത്ത്, ഒരു ഷെയ്ഖിന്റെ, ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ തർബിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് സ്വലാത്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും. നിങ്ങൾ സ്വലാത്ത് പതിവാക്കിയാൽ നിങ്ങൾ നിസ്കാരക്കാരനാവും. കള്ളുടിക്കുന്ന ആളുകൾ കള്ളുകുടി ഒഴിവാക്കും, പെണ്ണുപിടി ഒഴിവാക്കും, വേണ്ടാദീനങ്ങൾ ഒഴിവാക്കും. അയാൾ കൃത്യമായി നിസ്കരിക്കും, ഉമ്മാടെ പൊരുത്തം നേടും, വാപ്പാടെ പൊരുത്തം നേടും, നല്ലയാളാകും. അതുകൊണ്ട് സ്വലാത്ത് അത് വലിയ പുണ്യമുള്ളതാണ്. നിങ്ങൾ ആരും അത് ഒഴിവാക്കരുത്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 11 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ട് ഉറങ്ങണം. എവിടെ ഓരോ പിള്ളേരും രാത്രി മൊബൈൽ ഫോൺ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കാണേണ്ടവന്മാരെയൊക്കെ കണ്ട് അവസാനം ടയേർഡായി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ 11 സ്വലാത്ത്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ഹബീബായ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്തു വേണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ ഉന്നതനായ സ്വഹാബിയാണ്. ഇസ്തസ്ഖതുഹു ഉമ്മുഹു യൗമൻ മാ قالت يا ولدي أعطني كأسا من الماء. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ ഉന്നതങ്ങളായ ഔന്നത്യമുള്ള സഹാബിയാണ്. അവിടുത്തെയോട് ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, പൊന്നുമോനെ അബ്ദുല്ലാഹ്, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ആഴ്ത്തനി കഅസം മിനൽ മാ, ഒരു കോപ്പ വെള്ളം തരുമോ അബ്ദുല്ലാഹ്? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? ഫഖാമ വഅഹ്ദറ ഇലൈഹൽ മാ വഇദാ ഹിയ ഖദ് ഗലബഹ അന്നൗം ഫനാമത്. മഹാനവറുകൾ പോയി ഗ്ലാസിൽ വെള്ളമെടുത്ത് തിരിച്ചു വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട മാതാവ് ഉറങ്ങിപ്പോയി. ഉമ്മാനെ വിളിച്ചുണർത്തി വെള്ളം കൊടുക്കാൻ മഹാൻ ഇഷ്ടപ്പെട്ടില്ല. ആ വെള്ളപാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടോ ആ പാത്രം അവിടെ വെച്ചിട്ട് പോയാ മതിയായിരുന്നല്ലോ. നമ്മളൊക്കെ ചില ബഹുമാനം കൂടി ആൾക്കാർ എന്താ ചെയ്യാ? ഞാനും നിങ്ങൾ എന്താണ് ചെയ്യാ? ഉമ്മ വെള്ളം ചോദിച്ചു, നമ്മൾ വെള്ളപ്പാത്രമായിട്ട് വന്നപ്പോ ഉമ്മ നല്ല ഉറക്കാണ്, നമ്മൾ അവിടെ വെച്ചിട്ട് കിളവിയാണോ ഈ കഴിക്കട്ടെ, നമ്മളെ അവിടെ വെച്ചിട്ട് നമ്മളങ്ങ് പോകും. അങ്ങനെയല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വെള്ളപ്പാത്രം പിടിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് നിന്നു. خشي أن تستيقظ في ظلمة الليل وريقها ناشف عطشا ولا تعلم أن الماء بجانبها وإذا غلبها النوم قام وإذا تعب جلس يخشى أن تستيقظ أمه فجأة فتقول أين الماء. سبحان الله. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാൻ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെ ചാരത്ത് വെള്ളം പാത്രം പിടിച്ചിട്ട് നിന്നു. രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി
ഒന്നായി കടന്നുപോയി. ഉമ്മ ഉണർന്നില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ ഉണർത്തിയില്ല. ഞാൻ ഉമ്മാന്റെ ചാരത്ത് വെള്ളം പാത്രം പിടിച്ചു നിന്നു. എപ്പോഴാണ് ഫലം യസൽ ഹാദാ ഹാലുഹു വഹാലുഹാ ഹത്താ തലഅ അലൈഹൽ ഫജ്ർ. നേരം പ്രഭാതമാകുന്നതുവരെയും മദീനയിലെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം സുബഹിയാകുന്നതുവരെയും ഉമ്മാന്റെ ചാരത്ത് പാത്രം പിടിച്ചിട്ടു ഞാൻ നിന്നു. ഞാൻ അവിടെ വെള്ളം വെച്ചു പോയാൽ രാത്രിയിൽ എപ്പോഴെങ്കിലും ഉമ്മ ഉണർന്നിട്ട് വെള്ളം ആവശ്യപ്പെടുമ്പോൾ അവിടെ വെച്ചതറിഞ്ഞിട്ടില്ല. ഉമ്മ ഞാൻ അവിടെ പാത്രത്തിലെ വെള്ളം അവിടെ വെച്ചത് ഉമ്മ അറിഞ്ഞിട്ടില്ല. ഉമ്മാക്ക് ദാഹിച്ചാലോ ഉമ്മാക്ക് വിശന്നാലോ അതുകൊണ്ട് പാനപാത്രം പിടിച്ചിട്ടു ഞാൻ ഇങ്ങനെ നിന്നുവെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ മാതൃക എനിക്കുണ്ടോ? ഈ മാതൃക നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് പറയാനുണ്ട്? ഉമ്മമാരെ ദ്രോഹിച്ച ചരിത്രം പറയാനുണ്ട്, വാപ്പമാരെ ദ്രോഹിച്ച ചരിത്രം എനിക്ക് പറയാനുണ്ട്. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ വാപ്പാന്റെ പൊരുത്തമില്ലാതെ എനിക്ക് രക്ഷയില്ല. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എന്റെ ഉമ്മയെപ്പറ്റി എന്റെ വാപ്പയെപ്പറ്റി എന്തു പറയുന്നു നബിയേ? അന്നേരത്ത് മുത്ത് നബി പറയുകയാണ്, നിന്റെ ഉമ്മാടെ മുഖത്ത് നിന്റെ വാപ്പാടെ മുഖത്ത് നീ സ്നേഹത്തോടെ ഒരു വട്ടം നോക്കിയാൽ നിനക്ക് അല്ലാഹു ഒരു ഹജ്ജു ചെയ്ത പ്രതിഫലം തരും സഹോദരാ. ആ സഹാബി അത്യാസക്തിയോടെ ആ സഹാബി വീണ്ടും ചോദിച്ചു, നബിയേ എനിക്ക് ഹജ്ജു ചെയ്ത പ്രതിഫലം കിട്ടുമെന്നോ? എന്റെ ഉമ്മാടെ മുഖത്തൊരു വട്ടം എന്റെ ഉപ്പാടെ മുഖത്തൊരു വട്ടം സ്നേഹത്തോടെ നോക്കിയാൽ അതേ മോനെ ഒരു ഹജ്ജു ചെയ്ത പ്രതിഫലം നിനക്കു ലഭിക്കുന്നതാണ്. അന്നേരത്തെ ആ സഹാബി ചോദിച്ചു, ഞാനൊരു 100 വട്ടം നോക്കിയാലോ നബിയേ? എന്റെ ഉമ്മാടെ മുഖത്ത് എന്റെ വാപ്പാടെ മുഖത്ത് സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ ഞാനൊരു 100 വട്ടം നോക്കിയാലോ നബിയേ? 100 ഹജ്ജു ചെയ്ത പ്രതിഫലം നിനക്കു ലഭിക്കും സഹോദരാ. ഫ്ലൈറ്റിൽ കേറണ്ട, വിസ അടിക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, ജിദ്ദയിൽ എയർപോർട്ടിൽ പോയിറങ്ങണ്ട. നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന, നിന്റെ വീട്ടിന്റെ അടുക്കളയിൽ കരിക്കലത്തോട് മല്ലടിക്കുന്ന, അടുക്കളയിൽ അടുപ്പിനോട് മല്ലടിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് വേണ്ടി രാവില്ലാതെ പകലില്ലാതെ പാടത്തും പറമ്പത്തും അധ്വാനിച്ച് എത്രയോ വർഷക്കാലം പ്രവാസിയായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പോയി കിടന്ന് കഠിനാധ്വാനം നടത്തി. വാപ്പ പഠിച്ചിട്ടില്ല, എന്റെ മകൻ പഠിക്കണം. വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എന്റെ മക്കൾ കഴിക്കണം എന്നാഗ്രഹിച്ച് അല്ലലും മലട്ടലുമില്ലാതെ ഒരു വിഷമവും മക്കളെ അറിയിക്കാതെ പോറ്റി വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, നീ കാണാൻ വെറുക്കുന്ന 2 മുഖങ്ങളാണ്. പുതിയ തലമുറയിലെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം കാമുകിയുടെ മുഖമാണ്, ബോയ് ഫ്രണ്ട്സിന്റെ മുഖമാണ്, ക്ലാസ്മേറ്റിന്റെ മുഖമാണ്. ഏറ്റവും വെറുപ്പുള്ള 2 മുഖങ്ങൾ ഉമ്മയുടെ മുഖമാണ്, വാപ്പയുടെ മുഖമാണ്. വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ ഒരു കുഞ്ഞിന്റെ മുഖത്തെ ആ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാകും അവന്റെ ഉമ്മയാണ് ഫോൺ വിളിച്ചതെന്ന്. ശ്രദ്ധിച്ചു കേൾക്കും. ഒരു പയ്യനൊരു 10, 14, 15 വയസ്സായ പിള്ളേരെ പെട്ട ഏതെങ്കിലും ഒരു ചെറുക്കനെ ഫോൺ വന്നാലേ അവന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നെങ്കിൽ അത് അവന്റെ ആ മുഖത്തുള്ള ആ എക്സ്പ്രഷൻസുകളിൽ നിന്ന് മനസ്സിലാവും അവന്റെ ഉമ്മയാ വിളിച്ച. ഓ കിളവിക്ക് വരാൻ നേരം. ഹലോ, വാപ്പായ വിളിച്ചെങ്കിൽ അതും അറിയാൻ പറ്റും. കിളവന് ആരാ സ്നേഹം, ഹലോ, രണ്ടും അറിയാൻ പറ്റും.
അവളാണ് വിളിച്ചെങ്കിലോ ഹലോ, ഓ എവിടെ നിൽക്കുക, ഓ എന്ത് കാണണല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതൊക്കെ വാസ്തവല്ലേ? അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മാനോട് നീ ദേഷ്യപ്പെടുമ്പോൾ അള്ളാഹു നിനക്കെതിരെ ദേഷ്യപ്പെടും. അള്ളാഹു ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകും. മലക്കുകൾ ശപിക്കും, ഔലിയാക്കളുടെ അംബിയാ മുർസലീങ്ങളുടെ ആത്മാവുകൾ ശപിക്കും എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. കാരണം ഉഖൂഖുൽ വാലിദൈനി മിൻ അക്ബറിൽ കബായിർ. മുത്തുനബി പഠിപ്പിച്ചു, നിന്റെ ഉമ്മാക്ക് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്, വൻ പാപങ്ങളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എത്ര നിസ്കാരക്കാരായാലും, നിങ്ങൾ എത്ര നോമ്പ് പിടിക്കുന്ന ആളുകളായാലും, നിങ്ങൾ എത്ര ഘോരഘോരം പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലും, മുസ്ലിയാരെ നിങ്ങളുടെ പ്രസംഗത്തിന് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാകണോ? ചില ആളുകൾ നമ്മുടെ നാട്ടില് നല്ല ആളുകളാണ്, അവർക്ക് ആൾക്കാർക്ക് മുഴുവനും അവര് നല്ല ആളുകളാണ്, അവരെ പോലെ ഔദാര്യം ചെയ്യുന്ന ആളുകളില്ല. എല്ലാവർക്കും അവര് സഹായമാണ്. ആര് സഹായം ചോദിച്ചു തന്നാൽ അവര് മടക്കൂല, അവര് കൊടുക്കും, കൈ അയച്ചു കൊടുക്കും, എല്ലാം കൊടുക്കും, എല്ലാം കൊടുക്കും അവർക്ക്. പക്ഷേ അവരുടെ വാപ്പാരടുത്ത് അവർ മിണ്ടൂല, ഉമ്മാടുത്ത് മിണ്ടൂല. പണ്ടാരോ പറഞ്ഞു, ഈ ഒരാള് ടോയ്ലറ്റിൽ പോയി കുളത്തിന്റെ അടുത്ത് പിണങ്ങി, അയാള് കഴുകാൻ പോയില്ല. എന്താണ് സംഭവിക്കുക? മനസ്സിലായോ? ആർക്കാണ് നാറുക? അയാൾക്ക് നാറും. ഇതുപോലാണ്. നിങ്ങൾ ഇനി എത്ര അമട്ടൻ സെറ്റപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളെ നിസ്കാരമൊക്കെ റബ്ബിന്റെ അടുക്കലേക്ക് ഉയരണമെങ്കിൽ നിങ്ങളുടെ ഉമ്മാടെ വാപ്പാടെ പൊരുത്തം വേണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മാന്റെ പൊരുത്തം വേണം, വാപ്പാന്റെ പൊരുത്തം വേണം. പലപ്പോഴും പല ചെറുപ്പക്കാരെന്നോട് പലവട്ടോലും പരാതിയാണ്, ഉസ്താദേ ഞാനൊരു പെണ്ണ് കെട്ടിയതാണ്, അന്ന് മുതൽ വീട്ടിൽ പ്രശ്നമാണ്, ഉമ്മ അവളുമായിട്ട് ഒത്തുപോകണില്ല, ഉമ്മ അവളുമായിട്ട് ഒത്തുപോണില്ല, പ്രശ്നമാണെന്ന് വീട്ടില്, എപ്പോഴും പ്രശ്നമാണെന്ന്. അങ്ങനെ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവും കുറെ ചെറുപ്പക്കാരായ പിള്ളേർക്ക് പരാതി പറയാൻ. കാരണം എന്താണെന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ 26 വയസ്സുവരെ അവനും ആഹാരം കൊടുത്തിരുന്ന ആരാ? ഉമ്മയാണ്. അവൻ ഉമ്മ എന്റെ പാന്റ് എവിടെ അമ്മ? അവൻ ആരെടുത്താ പാന്റ് ചോദിക്കുക? അവന്റെ ഉമ്മ അടുത്താ. പിള്ളേര് പാന്റ് ചോദിക്കുന്നത്, പിന്നെ ബനിയൻ ചോദിക്കുന്നത്, പിന്നെ ഡാഷ് ചോദിക്കുന്നത്, എല്ലാം ഉമ്മ അടുത്താണ്. ഉമ്മ എവിടെ എന്റെ ഡാഷ്? വിളിച്ചു ചോദിക്കും. ഉമ്മ അതാ. എല്ലായിടത്തും കൊടുക്കുന്നത് ഉമ്മയാണ്. വരുമ്പോ ആഹാരം കൊടുക്കുന്നത് ഉമ്മയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നൊരു മകനെ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ അവളടുത്താണ് എല്ലാം ചോദിക്കുക. അത് ചില ഉമ്മമാർക്ക് ഇഷ്ടപ്പെടൂല. അത് അവരുടെ സ്വാർത്ഥതയാണ്. താൻ പ്രസവിച്ചതാണ് മോനെ, താൻ വളർത്തിയതാണ് മോനെ. ആ സ്വാർത്ഥത എല്ലാ ഉമ്മാക്കും എല്ലാ വാപ്പാക്കും ഉണ്ടാകും. അത് നാച്ചുറലി സ്വാഭാവികമാണ്. അതിന് സൈക്കോ പ്രോബ്ലം ആണ് അതൊക്കെ. അത് നമ്മള് ആ നിലയിൽ ട്രീറ്റ് ചെയ്താലേ അത് മാറുള്ളൂ. അതിന് പെണ്ണെന്തു വേണം? പെണ്ണ് ചിന്തിക്കണം, പടച്ചവനെ എന്റെ ഭർത്താവിന്റെ സ്വർഗമാണത്. ബോധമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലേ ഉമ്മമാരോട് അത് സ്വന്തം ഉമ്മയാണ്. സ്വന്തം ഉമ്മ ചീത്ത പറഞ്ഞ ആരെങ്കിലും പറയോ? നാട്ടുകാരടുത്ത് എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയോ? സ്വന്തം ഉമ്മ തല്ലിയാല് പറയോ? എന്റെ ഉമ്മ എന്നെ തല്ലി എന്ന് പറയോ? മോശമല്ലേ? അപ്പോ എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ കാണണം. അപ്പൊ ആ ഉമ്മ ചീത്ത പറഞ്ഞാ നിങ്ങൾ സഹിക്കണം, ആ ഉമ്മ തല്ലിയാൽ നിങ്ങൾ കൊള്ളണം. എന്റെ ഉമ്മയാണ്, എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്റെ ഉമ്മയാണ്, എന്റെ ഭർത്താവിന്റെ സ്വർഗമാണ്, എന്റെ ഭർത്താവിന്റെ വിജയമാണ്, എന്റെ ഭർത്താവിന്റെ നിസ്കാരം, എന്റെ ഭർത്താവിന്റെ ഹജ്ജ്, എന്റെ ഭർത്താവിന്റെ നോമ്പ്, അത് അല്ലാഹു സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് ആ ഉമ്മാനെ സന്തോഷിപ്പിക്കണം. അതിനെന്തൊക്കെ
എന്തൊക്കെ വേണം അത് മുഴുവനും നിങ്ങൾ ചെയ്യണേ. അല്ലാതെ ഉമ്മാനെ കുറ്റപ്പെടുത്തി, ഉമ്മാനെ വിഷമിപ്പിച്ച്, ഉമ്മാനെ വേദനിപ്പിച്ച്, നിങ്ങളെ നാട്ടുകാരെ കൊണ്ട് പറയിച്ച്, നിങ്ങളെ ബന്ധുക്കളോട് പറഞ്ഞ് ഒരു ഉമ്മാന്റെ കൽബ് വേദനിച്ച് നിങ്ങൾ സ്വസ്ഥമായി ജീവിച്ചാൽ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും കുറച്ചു കാലം. ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മമാരെ വാപ്പമാരെ ദ്രോഹിച്ചാൽ അല്ലാഹു തആല ദുനിയാവി വെച്ചും പണി തരും, ആഖിറത്തി വെച്ചും പണി തരും എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ദുനിയാവി വെച്ചും പണി തരും, ആഖിറത്തി വെച്ചും പണി തരും. ദുനിയാവി വെച്ച് അമട്ടം പണി തരും. അമട്ടം പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പെരുമാറുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇത് സഹോദരങ്ങളെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചു. മഹാനായ അലി ഇബ്നു അബി താലിബ്, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ 4 മാലിക് ഇബ്നു ദീനാറുമാരെ കാണാം. അതിൽ പ്രമുഖനായ ഒരു മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഹജ്ജിന് പോയി കഅബാലയത്തിന്റെ ചാരത്തിരിക്കുകയാണ്. അന്നേരത്തെ മഹാനവറുകൾ ആലോചിച്ചു പോയി, പടച്ചവനെ വർഷാവർഷം എത്ര ആളുകളാണ് ഹജ്ജിന് വരുന്നത്? അബുൽ ഫറജ് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ് അബുൽ ഫറജ് ഇബ്നുൽ ജൗസി. മഹാൻ ഉദ്ധരിക്കുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കഅബാലയത്തിന്റെ ചാരത്തിരുന്നിട്ട് ആലോചിക്കുകയാണ്, പടച്ചവനെ എത്ര ലക്ഷം ആളുകളാണ് വർഷാവർഷം ഹജ്ജിന് വരുന്നത്? ഇവരിൽ എത്ര ആളുകളുടെ ഹജ്ജ് നീ സ്വീകരിക്കും റബ്ബേ? ഇത് ചിന്തിച്ച് മഹാനവറുകൾ അവിടെ ഇരുന്നപ്പോൾ അതാ ഒരു മയക്കം രൂപപ്പെടുകയാണ്. ആ മയക്കത്തിൽ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ഒരാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, ഒരു കർമ്മവും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. ഞെട്ടി ഉണർന്നു പോയി, പടച്ചവനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആലോചിച്ചു പോയി, എത്ര ആളുകളാണ് ഹജ്ജിന് വരുന്നത്, ഇവരിൽ ആരെയൊക്കെ റബ്ബ് സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചത് മോശമായി പോയോ? അതിന്റെ ഗുരുത്തക്കേട് കൊണ്ട് പടച്ചവൻ എന്റെ ഹജ്ജ് കബൂലാക്കാത്തതാണോ? വിഷമിച്ചിരിക്കുമ്പോൾ അരശരീരി കേൾക്കുകയാണ്, നിങ്ങളുടെ ഹജ്ജിനെ പറ്റി അല്ല പറഞ്ഞത്, ഖുറാസാൻകാരനായ മുഹമ്മദ് ഇബ്നു ഹാറൂനിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ പിടഞ്ഞെഴുന്നേറ്റു നേരെ ഓടുകയാണ്, ഖുറാസാനികളുടെ ടെന്റിന്റെ ഭാഗത്തേക്ക് പോകുകയാണ്. അല്ല ഖുറാസാനികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ? അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ജനങ്ങൾ പറഞ്ഞു, ആരാ? നിങ്ങൾ എവിടുത്തുകാരനാണ്? മുഹമ്മദ് ഇബ്നു ഹാറൂനെ അറിയാത്ത ഖുറാസാനികൾ ആരെങ്കിലും ഉണ്ടോ? ആരാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ എന്നറിയുമോ? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തിട്ടുള്ളയാളാണ്. എങ്ങനെ? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തിട്ടുള്ളയാളാണ്. പോരാ, എല്ലാ പെരുന്നാളുകൾ ഒഴിച്ചാൽ, 60 ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി 300 ദിവസവും അദ്ദേഹത്തിന്റെ രാവും പകലും, രാവ് മുഴുവനും നിസ്കാരം, പകല് മുഴുവനും നോമ്പ്. ഒരു വർഷത്തിൽ 300 ദിവസവും നോമ്പുകാരനാണ് മുഹമ്മദ് ഇബ്നു ഹാറൂൻ. ഒരു ദിവസത്തിൽ രാത്രി മുഴുവനും നിസ്കാരാണ്, നിന്ന് നിസ്കാരം. അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങൾ അറിയില്ലാന്നോ? 40 കൊല്ലായിട്ട് മക്കയിൽ താമസിക്കുന്ന ആളാണ്. നേരത്തെ അവരോട് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. നേരത്തെ മഹാനോട് പറഞ്ഞു, ആ കാണുന്ന വിദൂരതയിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, അവിടെ ഒരു മനുഷ്യൻ ഏകാന്തനായിരുന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ടാകാം.
ഒരു ഇരുട്ടിൽ ആരും കാണാത്തൊരു ഭാഗത്ത് പോയി മറഞ്ഞിരുന്ന ഇബാദത്താണ് അദ്ദേഹത്തിന്റെ ജോലി. രാത്രിയിൽ ഉറക്കമില്ല, രാത്രിയിൽ നിസ്കാരം, രാത്രിയിൽ നിന്നു നിസ്കാരം, ഒരു കറാഹത്ത് പോലും ചെയ്യാറില്ല, ഒരു ഹറാം അനുഷ്ഠിക്കാറില്ല. അങ്ങനെയുള്ളൊരു മഹാനോ മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ഖുറാസാനി. അതെയോ? എന്നാൽ അദ്ദേഹത്തിന്റെ ചാരത്തിലേക്ക് പോകണമല്ലോ. നേരെ പോയപ്പോൾ അദ്ദേഹം നിസ്കാരത്തിലാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുദീർഘമായ നിസ്കാരമാണ്. റുകൂഅ് സുദീർഘമാണ്, ഖിയാമ് സുദീർഘമാണ്, സുജൂദ് സുദീർഘമാണ്. സുദീർഘമായ നിസ്കാരം, പാതിരാത്രി സമയമാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ഖുറാസാനിയോട് മാലിക് ബിൻ ദീനാർ തങ്ങൾ ചെന്നിട്ട് സലാം പറയുകയാണ്. സലാം പറഞ്ഞപ്പോ ചോദിച്ചു, ആരാണ്? അന മാലിക് ബിൻ ദീനാർ. മറുപടി പറഞ്ഞു, ഞാൻ മാലിക് ബിൻ ദീനാറാണ്. അൽ ആലിം അസ്സാഹിദ്, അറിയപ്പെട്ട ആലിമായ സാഹിദായ മാലിക് ബിൻ ദീനാർ തങ്ങളാണോ? മഹാൻ പറഞ്ഞു, അൽ ആലിം ഹുവല്ലാഹ് വസ്സാഹിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. മഹാൻ പറയാണ്, എളിമയുടെ വർത്തമാനം പറഞ്ഞു. ഞാൻ സാഹിദല്ല, ആലിമല്ല. അന്ന് ഏറ്റവും അറിയപ്പെട്ട ആബിദും സാഹിദുമായ മനുഷ്യനാണ് മാലിക് ബിൻ ദീനാർ തങ്ങൾ. ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ മഹാനാണ്. ആ മഹാനെ ഇയാൾക്കറിയാം, മുഹമ്മദ് ബിൻ ഹാറൂൻ അൽ ഖുറാസാനിക്ക് അറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്, അൽ ആലിമു സാഹിദ്, അറിയപ്പെട്ട സാഹിദായ ആലിമായ മാലിക് ബിൻ ദീനാറാണോ? അപ്പോൾ മഹാൻ എളിമയുടെ വർത്തമാനം, വിനയത്തിന്റെ വർത്തമാനം പറഞ്ഞു. അൽ ആലിമു ഹുവല്ലാഹ്, പടച്ചവനാണ് ഏറ്റവും വലിയ ആലിമ്. വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ്, രാജാധികാരം കിട്ടിയിട്ടും കീറപ്പായയിൽ കിടന്നുറങ്ങിയ മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ചരിത്രം വിശാലമാണ്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദിർഹവുമില്ലെന്നോ. ആ ചരിത്രം പറയുന്ന മഹാനാരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ്. രാജാവായിരുന്നിട്ടും കീറപ്പായിൽ കിടന്നുറങ്ങിയ മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. അതുകൊണ്ട് മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ എളിമയുടെ വർത്തമാനം പറയാണ്, ഞാനല്ല സാഹിദ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ് സാഹിദെന്ന്. ഇനി എന്താ വന്നത് പറയൂ. അപ്പോൾ പറയുകയാണ്, കൊല്ലം ഹജ്ജിന് വന്ന മുഴുവൻ ആളുകളുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു കർമ്മവും റബ്ബ് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വന്ന് പറയുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, യാ വൈലത്താ, യാ വൈലത്താ, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ. നിലവിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതെന്തു പറ്റിയതാണ്? നിങ്ങൾ 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ്, 40 ഹജ്ജ് ചെയ്തയാളാണ്, പകല് മുഴുവനും നോമ്പുകാരനാണ്, രാത്രി മുഴുവനും നിസ്കാരക്കാരനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതെന്തു പറ്റിയതാണ്? നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമെന്താണ്? അന്നേരത്തെ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങളോട് ഖുറാസാനിയായ സഹോദരൻ പറയുകയാണ്, ഒരു ശഅബാൻ 29 രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നു. മദ്യപിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ വൃദ്ധയായ മാതാവ്, എൻ്റെ വൃദ്ധയായ മാതാവ്, അന്ന് റമദാനാണ്, നാളെ റമദാനാണ്, ഇന്ന് ശഅബാൻ 29 രാത്രിയാണ്, തന്റെ
എൻ്റെ മകന് വേണ്ടി നാളത്തെ റമദാന് നോമ്പെടുക്കാൻ എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ച് കാത്തിരുന്ന രാത്രിയിൽ കള്ളുകുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഞാൻ എൻ്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എടാ നശിച്ച മകനേ, നാളെ റമദാനാണടാ, നീ ഇന്ന് കുടിച്ചെന്റെ വീട്ടിലേക്ക് കടന്നു വന്നല്ലടാ, നാളെ ലോക മുസ്ലിമീങ്ങൾക്ക് റമദാനാണല്ലടാ, എന്തിനാണ് നീ മദ്യപിച്ച് ലക്ക് കെട്ടന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്? എനിക്ക് ദേഷ്യമായി, എന്റെ മാതാവിനോട് എനിക്ക് പെരുത്ത വെറുപ്പായി. ഞാൻ എന്റെ ഉമ്മാനെ മർദ്ദിക്കുകയാണ്. എന്റെ ഉമ്മാന്റെ അവശതയുള്ള കൈകളിൽ ബലിഷ്ഠമായ എന്റെ കരങ്ങൾ അമർന്നു. ഞാൻ ഉമ്മാനെ അകത്തളത്തിലോട്ട് വലിച്ചൊരേറ് വെച്ചു കൊടുത്തു. എന്റെ ഉമ്മ അകത്തളങ്ങളിൽ ആർത്തട്ടഹാസം മുഴക്കി പോയി വീഴുകയാണ്. ഉമ്മാക്ക് വേദനിച്ച് നിലവിളിച്ചു പോയി. ഉമ്മ അകത്തോട്ട് പോയി വീണുപോയി. എന്റെ എളാപ്പയുടെ മകള് വീട്ടിലുണ്ടായിരുന്നു. ഒരു റൂം ഓപ്പൺ ആക്കിയിട്ട് എന്നെ ആ റൂമിലേക്ക് തള്ളിയിട്ട് അവള് ലോക്ക് ചെയ്തു ഡോറ്. അവൾക്ക് മനസ്സിലായി പന്തികേടാണ്. എന്നെ അവള് തള്ളിയിട്ടു, ഡോറ് ലോക്ക് ചെയ്തു. ഞാൻ അവിടെ കിടന്നു. എനിക്ക് രാത്രിയിൽ എപ്പോഴോ ബോധം വന്നു. എനിക്ക് ബോധം വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ വാതിലിൽ മുട്ടി. വാതിൽ അവള് തുറക്കുന്നില്ല. എന്റെ എളാപ്പയുടെ മകൾ എന്നോട് പിണങ്ങി വർത്തമാനം പറയുകയാണ്. ഞാൻ ചോദിച്ചു, മാഹാദിഹിൽ ജഫുവ, ഇതെന്തൊരു പിണക്കമാണ് പെണ്ണേ? നീ എന്നോട് നല്ല നിലയിൽ പെരുമാറാറുള്ള പെണ്ണല്ലേ, എന്താണ് ഈ വാതിൽ തുറക്കാത്തത്? അന്നേരത്താ പെണ്ണ് പറയുകയാണ്, എടാ നീ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനാണ്. നീ ലോകം കണ്ട ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യനാണ്. കാരണം നീ നിന്റെ ഉമ്മാനെ കത്തിച്ചു കൊന്നു കളഞ്ഞവനാണ്. ഇത് കേൾക്കേണ്ട താമസം ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അത് തുറക്കാൻ കാത്തു നിന്നില്ല. ഞാൻ വാതിൽ ചവിട്ടിപ്പൊളിച്ചു പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരത്ത് ഞാൻ നോക്കുമ്പോൾ അടുക്കളയിൽ അടുപ്പത്തിന്റെ ഉമ്മ കത്തി മരിച്ചു കിടക്കുകയാണ്. നീ വലിച്ചെറിഞ്ഞപ്പോൾ നിന്റെ മാതാവ് പോയി വീണത് അടുപ്പിലാണ്. ഉമ്മയുടെ ശരീരത്തിലേക്ക് ആളി തീ കത്തുകയാണ്. വസ്ത്രത്തിൽ പടർന്ന തീ ശരീരം മുഴുവനും ആളിക്കത്തി. നിന്റെ മാതാവ് മരിച്ചു പോയിരിക്കുകയാണ്. നീ നിന്റെ ഉമ്മാനെ കൊന്നവനാണ്. ഇന്ന് റമദാൻ ഒന്നാണ്. ലോക മുസ്ലിമീങ്ങൾക്കുമേൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ, കടാക്ഷങ്ങൾ തുറക്കുന്ന രാത്രിയാണ്. പക്ഷേ നീ ഇന്ന് പടച്ചവന്റെ അദാബേൽക്കുന്ന മനുഷ്യനാണ്. എന്റെ എളാപ്പയുടെ മകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്ത് പോയി നോക്കി. എന്റെ ഉമ്മാന്റെ ജനാസ കിടക്കുകയാണ്. കത്തിക്കരിഞ്ഞ ജനാസ കിടക്കുകയാണ്. ഞാൻ എന്റെ അകത്തളത്തിൽ കയറി. എന്റെ അരയിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ള എന്റെ വലിയ വാള് ഞാൻ എന്റെ അരമനയിൽ നിന്നെടുത്തു. എന്റെ ഉമ്മാനെ വലിച്ചെറിഞ്ഞ എന്റെ വലത്തെ കൈ വീടിന്റെ കട്ടിളയുടെ പുറത്തു വെച്ചു. ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് വെട്ടിമുറിച്ചു. എന്റെ കൈകൾ നിലത്ത് വീണ് പിടഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിരുന്ന 70,000 ദീനാർ, ആ 70,000 ദീനാർ എടുത്ത് ഖുറാസാനിന്റെ തെരുവിലേക്ക് ഞാൻ ഓടി. പാതിരാത്രി സമയത്ത് ഫുഖറാക്കളായ മിസ്കീന്മാരായ ആളുകൾ ഉറങ്ങുന്ന ഖുറാസാനിന്റെ തെരുവിലേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച 70,000 ദീനാർ അത് മുഴുവനും ഞാൻ അവർക്ക് വിതരണം ചെയ്തു കൊടുത്തു. എന്നിട്ടൊരൊറ്റ യാത്രയാണ് ഇലാ ബൈത്തില്ലാഹി ശരീഫ്, ഇലാ ഹറമില്ലാഹി ശരീഫ്. എന്റെ പടച്ചവന്റെ ഹറമിലേക്ക് ഞാൻ വന്നു. 40 വർഷമായി ഞാൻ ഇവിടെ 40 വർഷമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. ഓരോ വർഷവും എന്റെ ചാരത്തേക്ക് ഓരോ മഹാന്മാര് വരും. അവര് പറയും, നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ഒരു തൗബയും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. എല്ലാ വർഷവും അതാത് കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്ന നല്ല മഹാന്മാരായ ആളുകൾ എന്റെ ചാരത്ത് വന്നിട്ടത് പറയാറുണ്ടേ.
ഇത്തവണ അത് പറയാൻ വന്നയാള് നിങ്ങളാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ ദുഷ്ടനായ മനുഷ്യ, ഉമ്മാനെ കത്തിച്ചു കൊന്നു കളഞ്ഞവരെ, നിനക്ക് ദുനിയാവ് മുഴുക്കയും അങ്ങ് കത്തിക്കാമായിരുന്നില്ലേടാ. ഒരു നിമിഷം പോലും നിന്റെ അരികിൽ ഞാൻ ഇനി നിൽക്കുകയില്ല. നീ 40 അല്ല 400 അല്ല 4000 കൊല്ലം ഹജ്ജ് ചെയ്താലും നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. റമദാനിലെ 1-ാമത്തെ രാവിൽ ശഅബാനിന്റെ 29ന്റെ രാത്രിയിൽ ഉമ്മാനെ കത്തിച്ചു കൊന്നുകളഞ്ഞവനാണ് നീ. കള്ളുകുടിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ തെമ്മാടിത്തരം കാണിച്ച നിന്റെ സവിധത്തിൽ നിന്നാൽ അല്ലാഹുവിന്റെ അദാബ് എനിക്കും ഇറങ്ങും. അതുകൊണ്ട് ഞാനിനിയില്ല, നിന്റെ സവിധത്തിൽ ഞാനൊരു സമയം പോലെ നിൽക്കുന്നില്ല, ഞാൻ പോകുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അനീസി ഇൻദ വഹദതി റഫീഖി ഇൻദ സല്ലതി. ആരാണ് എനിക്ക് അഭയം തരുന്നത്? പടച്ചവനെ. ആരാണ് എന്റെ തൗബ സ്വീകരിക്കാൻ? പടച്ചവനെ. ഞാൻ എത്ര വാതിലുകളിൽ മുട്ടി, ഞാൻ 40 കൊല്ലമായി മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ എന്റെ ഉമ്മാനെ കത്തിച്ചു, ശരിയാണ്. പക്ഷേ 40 കൊല്ലമായി ഞാൻ എന്റെ റബ്ബിനോട് തൗബ ചെയ്യുന്നു. അല്ല ഇതുവരെ എന്റെ തൗബ സ്വീകരിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല. എന്റെ ജീവിതം മുഴുവനും നോമ്പാണ്, എന്റെ ജീവിതം മുഴുവനും നിസ്കാരമാണ്. പക്ഷേ എന്റെ ഒരൊറ്റ അമലും അല്ലാഹു കബൂലാക്കിയിട്ടില്ല. പടച്ചവനെ, പടച്ചവനെ, ഇനി ഞാൻ എന്തു ചെയ്യാനാണ്? ആരുടെ വാതിൽക്കൽ പോയി മുട്ടാനാണ്? ആരാണ് എനിക്ക് തൗബ ചെയ്യുക? ആരാണ് എനിക്ക് തൗബ ചെയ്യുക? ആ മനുഷ്യൻ നിലത്ത് കിടന്നുരുളുകയാണ്. തറയിൽ കിടന്ന മണ്ണുവാരി തലയിലിട്ടിട്ട് നിലവിളിക്കുകയാണ്, അനീസി ഇൻദ വഹദതി റഫീഖി ഇൻദ സല്ലതി. പടച്ചവനെ, നിന്റെ കരുണയുടെ കിരണങ്ങൾ അസ്തമിച്ചു പോയോ തമ്പുരാനെ? നിന്റെ കരുണയുടെ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോയോ റബ്ബേ? എല്ലാ വർഷവും മഹാന്മാര് കടന്നു വന്നിട്ട് എന്നെ ശപിക്കുകയാണ്. എന്റെ ഇബാദത്ത് മുഴുവനും ഹലാക്കിലായി പോയല്ല റബ്ബേ. സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന സംഭവമാണ്. മഹാൻ പറയുകയാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങളേറെ വിഷണ്ണനായി, ദുഃഖിതനായി അതാ കഅബാലയത്തിന്റെ ചാരത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. പടച്ചവനെ, ഇതെന്തൊരു കഥയാണ്, ഇതെന്തൊരു സംഭവമാണ്, ഇതെന്തൊരു ഖിസ്സയാണ് എന്ന് ചിന്തിച്ച് കഅബാലയത്തിന്റെ ചാരത്ത് പോയി വിശ്രമിക്കുമ്പോൾ വീണ്ടും ഒരു മയക്കം പിടികൂടുകയാണ്. ആ മയക്കത്തിൽ ഒരു മനോഹരമായ പ്രകാശം വരികയാണ്. ആ പ്രകാശത്തിന് നടുവിൽ പാൽനിലാവ് പോലെ പുഞ്ചിരി തൂകിക്കൊണ്ടൊരു പൂമുഖം കടന്നു വരികയാണ്. യാ മാലിക് ഇബ്നു ദീനാർ, ലിമാദാ തുഖന്നിത്തിൻ നാസ മിൻ റഹ്മത്തില്ലാഹ്. ഓ മാലിക് ഇബ്നു ദീനാറേ, എന്തിനാണ് ജനങ്ങളെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആറ്റിക്കളയുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ജനങ്ങളെ എന്തിനാണ് ആശ മുറിച്ചു കളയുന്നത്? മാലിക് ഇബ്നു ദീനാറേ, ആരാണ് കടന്നു വന്നത്? ആരാണ് കടന്നു വന്നത്? ആ മനുഷ്യനോട് പോയിട്ട് പറയണം, അയാളുടെ സുഹൃതങ്ങൾ അല്ലാഹു കബൂലാക്കി എന്ന് പറയണം. പക്ഷേ അയാളൊരു 3 ദിവസക്കാലം നരകത്തിൽ കിടക്കേണ്ടി വരും. 3-ാമത്തെ ദിവസം അയാളുടെ മാതാവ് നരകത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അയാളോട് പറയൂ. അയാളുടെ സുഹൃതങ്ങൾ അല്ലാഹു കബൂലാക്കി എന്ന് പറയൂ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഒരൊറ്റ ഓട്ടമാണ്. മുഹമ്മദ് ഇബ്നു ഹാറൂൻ എന്ന ഖുറാസാനിയോട്
ഭൂമിയോട് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു, നിങ്ങളുടെ സുകൃതങ്ങൾ അല്ലാഹു കബൂലാക്കി. പക്ഷേ ഒരു 3 ദിവസക്കാലം നിങ്ങൾക്ക് നരകത്തിൽ കിടക്കേണ്ടി വരും. നിങ്ങൾ 3-ാമത്തെ ദിവസം നിങ്ങളുടെ ഉമ്മാന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് പോകും. ഈ വാർത്ത അങ്ങ് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ആർത്തട്ടഹാസം മുഴക്കി ആ മനുഷ്യൻ യാത്രയാകുകയാണ്. മുഹമ്മദ് ബിൻ ഹാറൂൻ ഖുറാസാനിയെ മാലിക് ബിൻ ദീനാർ തങ്ങളുടെ നേതൃത്വത്തിൽ മറമാടുകയാണ്. അതുകൊണ്ട് പുതിയ യുവത്വമേ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാരാണ്? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, ഔ റസൂലോं से आला हमारा नबी, औ रसूलों से आला हमारा നബി. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ആ സ്വപ്ന സന്ദേശവുമായി കടന്നു വന്നത്. സഹോദരങ്ങളെ, ഇതെനിക്ക് പാഠമാണ്, നിങ്ങൾക്ക് പാഠമാണ്. മാതാവിനെ ദ്രോഹിക്കുന്ന, പിതാവിനെ ദ്രോഹിക്കുന്ന പുതിയ തലമുറയിലെ മക്കളെ, എനിക്കും നിങ്ങൾക്കും ഇത് പാഠമാണ്. എനിക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് രക്ഷ വേണമോ? ഉമ്മാടെ തൃപ്തി, വാപ്പാടെ തൃപ്തി ഞാൻ കരഗതമാക്കണം, നിങ്ങൾ കരഗതമാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ.